നിങ്ങൾ നിബന്ധനയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ നിങ്ങളിവിടെ എഴുതിയിട്ട വിഷയങ്ങളാണ് പലർക്കും ലക്ഷ്യം. അയ്യോ ആകുന്നില്ലല്ലോ, വിളിക്കണില്ലല്ലോ എന്നൊക്കെയാണ് പല ആൾക്കാരുടെ ഒരു കുഴപ്പം. അതാണ് എഴുതിയിട്ടിട്ടുണ്ട്, അയ്യോ വാടകക്കാർ ഇറങ്ങണില്ലല്ലേ, എപ്പോൾ ഇറങ്ങാറില്ലേ ഇറങ്ങും. ഇങ്ങനെയൊക്കെ തന്നെ പെയ്തും പെറുക്കിയും പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് ജീവിതം കഴിച്ചു കളെ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാകണ്ട. ഉടമ്പടിയിൽ അമ്മനെ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ, അത് അമ്മ വേണ്ടപ്പോൾ ചെയ്യും. നിങ്ങളെന്താ ബേജാറാകേണ്ടത്? ഉടമ്പടി നിബന്ധനകളാണ്. ഉടമ്പടി നിബന്ധനകളാണ് നമ്മളെ വാഗ്ദാന പേടകമാക്കുന്നത്. അപ്പോഴെന്തായി മാറും? വാഗ്ദാന പേടകത്തിൻ്റെ മേൽ കൂടാരത്തിൽ ദൈവത്തിൻ്റെ ശക്തി ആവശിച്ചെന്ന് ഇല്ലേ? പുറപ്പാടിന പുസ്തകം 40-ാം അധ്യായം 25-ാം വാക്യം. കൂടാരത്തിലാണല്ലോ വാഗ്ദാന പേടകം ഇരുന്നിരുന്നത്. ആ കൂടാരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി ആവശിച്ചു. ഈ വാഗ്ദാന പേടകമായി മാറുമ്പോഴേ വ്യക്തികൾ ശക്തീകരിക്കും. ഞങ്ങളെപ്പോഴും ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴേ ഞങ്ങളെപ്പോഴും നോക്കണം എന്താണെന്ന്, എന്തോരം നിങ്ങൾ വാഗ്ദാന പേടകമായി മാറി എന്നാണ്. എന്തോരം നിങ്ങൾ വാഗ്ദാന പേടകമായി മാറി. 2 പത്രോസ് 1:5 വിശ്വാസത്തിൻ്റെ പടിപടിയായിട്ടുള്ള പരികർമ്മങ്ങളിലൂടെ എങ്ങനെ ഒരു വ്യക്തി വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ വാഗ്ദാന പേടകമായി മാറി. അങ്ങനെ വാഗ്ദാന പേടകമായി മാറി എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് നിങ്ങളെ തിരുത്തി തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കണം. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കത്തില്ലേ, അതുപോലെയാണ് ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ഇരിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധയോടെ നമ്മളോട് പറയുന്ന നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വാഗ്ദാന പേടകമാകി മാറുന്നതിനുള്ള ബാക്കിയുള്ള ഹോംവർക്കുകൾ ഗൃഹപാഠങ്ങൾ ശ്രദ്ധയോടെ കേട്ടണം. അല്ലെങ്കിൽ നിങ്ങളെന്താ ചിന്തിക്കണം? ഉടമ്പടി പുതുക്കണം, അച്ഛനെ കാണണമെന്ന് പറഞ്ഞിരിക്കണം ഇവിടെ. അതാണ് ഈ കുഴപ്പം മുഴുവൻ സംഭവിച്ചിരിക്കുന്നത്. ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? വാഗ്ദാന പേടകമായി മാറാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ പരിപൂർണമാക്കി സ്റ്റെപ്പായിട്ട് നമ്മൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്താ? വാഗ്ദാന പേടകമാകുമ്പോൾ എന്ത് പറയും? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോഴേ, എങ്ങനെ ലോൺ അടക്കും, എങ്ങനെ ജപ്തി നടപടിയിൽ നിന്ന് തല ഊരിയെടുക്കും, എങ്ങനെ കാനഡയിൽ അഡ്മിഷൻ കിട്ടും, ഇതെങ്ങനെ സംഭവിക്കും? നമുക്കെല്ലാം വേണ്ടി ചോദ്യം ചോദിച്ചിട്ടുണ്ടേ. പണ്ടേ ചോദിച്ചത് നമ്മുടെ ജീവിതമായിട്ടാണ് അമ്മ ചെയ്തിരിക്കുന്നത്. അമ്മ പണ്ടേ ഒരു അടുക്കളക്കാരിയാണ്. അടുക്കളയിലെ തീ പുകയണം പുകയാത്തതും വയറെരിയണം എരിയാത്തതും അമ്മയ്ക്ക് വിഷയമായിരുന്നു. അതാണ് കാനായിലെ കല്യാണത്തിൽ വിഞ്ഞ് തിരിയാതെ വരുമ്പോൾ അമ്മമാർക്കറിയാവില്ല അടുക്കളയുടെ പരുവക്കേട് എന്തുമാത്രം ഉള്ളാന്തിക്കുമെന്നറിയാവില്ല. അമ്മയുടെ ആ ഒരു ഉള്ളാന്തലാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. അത് ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പഠിച്ച് ദൈവരാജ്യത്തിൻ്റെ വലിയ കാര്യമൊക്കെ പറയും. അവർ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല. അവരവരുടെ ലോകത്ത് നിന്നാണ് സംസാരിക്കണത്. അമ്മ അവരുടെ ലോകത്ത് നിന്നല്ല സംസാരിക്കണത്. അക്കാഡമിക് ലോകത്ത് നിന്നല്ല അമ്മ സംസാരിക്കണത്. അമ്മ മനുഷ്യൻ്റെ അനുഭവ ലോകത്ത് നിന്നാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു കുടുംബസ്ഥയുടെ ഒരു കുടുംബിനിയുടെ ഉൾനൊമ്പരങ്ങളാണ്. എന്തെങ്കിലും വീട്ടു സാമാനങ്ങൾ ഇല്ലാണ്ട് വരുമ്പോഴേ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ കൃപാസന തേടാം. ഞാൻ ബുധനാഴ്ച ഒരു ഇടുക്കിയിലെ കോട്ടയത്തെ ചേടുത്തി പൊൻകുന്നത്തെ ചേടുത്തി ഒരു സാക്ഷ്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? കൃപാസന എവിടെയാണെന്ന് അറിയത്തില്ല, ഞാൻ തിരിച്ചു വന്നാൽ തിരക്കരുതെന്ന്. ഞാനിപ്പോഴും ഓർക്കാൻ സാക്ഷ്യം ഒറ്റക്ക് ചിരിക്കും. കൃപാസന അവിടെ വന്നിട്ടില്ല, ആരെപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ കൃപാസന എവിടെയാണെന്ന് അറിയത്തില്ല, എന്നെ കണ്ടാൽ തിരക്കരുതെന്ന്. ഞാൻ ഇതൊന്ന് വിമോചന സമരത്തിന് മുദ്രണവാക്യമാണ്. അമ്മയും ഞങ്ങൾ പോകുന്നു, കണ്ടില്ലെങ്കിൽ തിരക്കരുതെന്ന്. അങ്ങനെ മുദ്രാവാക്യം പണ്ടുണ്ടായിരുന്നു. അതുപോലെ ചേടത്തി പറയും. എന്നിട്ട് മകളോട് പറയുമേ, 4000 രൂപ വെപ്പില മേശയിലിരിപ്പുണ്ട്, നീ എടുത്ത് വീട്ടുകാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറയും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ 4000 രൂപ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്. എന്താണ്? ഒരു വീട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അമ്മയുടെ തേറലാണ്. ആ തേറലേ ഇവിടെയുള്ളത്. അല്ല, ഇത് അക്കാഡമിക്കായിട്ട് പഠിക്കേണ്ട വിഷയമല്ല. പഠിക്കുന്നവർക്ക് പഠിക്കുമോ, അത് അവരുടെ വരിപ്പഴപ്പ്, അതല്ല. ഇതെന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരു ജീവിത അവസ്ഥകളിൽ ഒരു മനുഷ്യൻ്റെ ഒരു അപമാനമുണ്ട്.
എന്തെങ്കിലും ഇല്ലാതെ വണ്ട് പോയി. ഇപ്പം നമുക്ക് ഇന്ന് നമ്മൾ സ്കൂൾ കുഞ്ഞുങ്ങളോട് പറയണേ, നീ ഉച്ചക്ക് വരണ്ട കേട്ടാ, ഉച്ചക്ക് ഇവിടെ ആഹാരമില്ലെന്ന് പറഞ്ഞാൽ അത് പറയാൻ അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പറയുമ്പോൾ കർത്താവ് വൈകുന്നേരം വരുമ്പോഴെങ്കിലും ഒരു പറ്റ് കൊടുക്കാൻ ഇടയാക്കണേ എന്നുള്ള ഒരു കണ്ണുനീരിൻ്റെ ഒരു പ്രാർത്ഥന കൂടി അമ്മയുടെ മനസ്സിലുണ്ടാവും. അത്രേ ഉള്ളൂ. ഇതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അടുക്കളയുടെ ഒരു പോരായ്മ ഉണ്ടായാലുണ്ടാകുന്ന അപമാനവും അതിനേക്കാൾ ഉപരി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ ജനിപ്പിച്ച് വളർത്തിയിട്ട് തീറ്റി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധർമ്മസങ്കടമുണ്ട്. ആ ധർമ്മസങ്കടത്തിന് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഒരാൾ, അതാണ് അമ്മ. കൈയടിച്ച് കർത്താവ് ഇതിലൂടെ എപ്പോഴും നമുക്ക് ധ്യാനിക്കാൻ കിട്ടുന്ന വിഷയം എന്താണെന്നറിയാവോ? ഈശോ എന്നാ പറഞ്ഞത്? മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്. അത്രേ ഉള്ളൂ. അമ്മ അക്കാഡമിക്കായിട്ടുള്ള വലിയൊരു പഠന സംവിധാനത്തിനും ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ട് അവിടെ റിസർച്ച് നടത്താൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതല്ല. അന്നുള്ള മനുഷ്യൻ അനുദിനം അനുഭവിക്കുന്ന വിഷയങ്ങളുടെ മേൽ ആ മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി മനുഷ്യന് വേണ്ടിയുള്ള ആളാണ് അമ്മ. മനുഷ്യന് വേണ്ടിയുള്ള ആളാണ്. മറ്റത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ശാസ്ത്രീയ ദൈവശാസ്ത്രങ്ങളൊന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ പ്രിഫറൻസ് ചെയ്യണത് എന്താണ്? സാധാരണ മനുഷ്യൻ്റെ സാധാരണ അനുദിന സമ്മർദ്ദങ്ങളുടെ മേൽ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തെ വിശ്വാസം കൊണ്ടും സുഹൃതം കൊണ്ടും ജ്ഞാനം കൊണ്ടും ആത്മസമയം കൊണ്ടും ക്ഷമ കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും ക്രിസ്തീയതയിൽ വളർന്നുകൊണ്ട് ദൈവ പൈതലായി മാറുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതാണ് സംഭവം. മനുഷ്യന്മാർ നിൻ്റെ മേൽ വരുമെന്ന സർക്കാർ നിനക്ക് നിൻ്റെ ആങ്ങളെ നിങ്ങളുടെ മകനെ കൊണ്ടുപോകുന്ന ഒന്നുമല്ല ഉത്തരം. നിങ്ങൾ എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടുപിടിക്കുന്ന പ്രശ്നം വരണത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ മകൻ എങ്ങനെ രക്ഷപ്പെടും? അതിൻ്റെ ഉത്തരം എന്താണ്? എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട് അവനെ കാനഡയിൽ കൊണ്ടുപോകാമെന്ന്. അതാണ് ആ ഉത്തരം. ആ ഉത്തരവാണെങ്കിൽ മിക്കവാറും പൊട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? ആങ്ങളയെ നമ്മൾ മാന്താനും ചുരകാതെ നടക്കേണ്ടി വരും. നാത്തുവിനെ സോപ്പിടേണ്ടി വരും. കാര്യം ആങ്ങളമാർ മിക്കവാറും നാത്തുമാരുടെ കസ്റ്റഡിയിലായിരിക്കും. കാര്യം അവർ വിമാനത്തിൽ താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ റാഞ്ചി കളയും ഭർത്താവിനെ. കാര്യം പെങ്ങന്മാരെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഇല്ലേ? എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. ഇനി നിങ്ങൾ എന്നെ കൈവെക്കരുത്. പക്ഷേ പ്രശ്നം അതാണ്. ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ മകൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ എൻ്റെ ആങ്ങളെ കാനഡയിൽ കൊണ്ടുപോകാമെന്ന് പറയുന്ന ഉത്തരം അല്ല. എന്താ ഉത്തരം? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അത് അമ്മയാണ് ആ വാതിൽ തുറന്നു തന്നത്. എൻ്റെ കടങ്ങൾ എങ്ങനെ പരിഹരിക്കും? എൻ്റെ ക്യാൻസർ എങ്ങനെ സുഖപ്പെടും? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. കൈ അടിച്ച് കർത്താവ്. അതാണ് അച്ഛൻ പറഞ്ഞത്. അമ്മ ഒരു ജീവിത നിലപാടാണ്. അമ്മ ഒരു സുവിശേഷ സമീപനമാണ്. അമ്മ ഒരു ജീവിതത്തിലുള്ള കാഴ്ചപ്പാടാണ്. ജീവിത പ്രതിസന്ധികൾക്കെതിരെ ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടാണ് അമ്മ. എന്താ? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ പറയും, ദൈവം പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നാട്ടുകാരോ പാർട്ടിക്കാരോ പള്ളിക്കാരോ സഹായിക്കണമല്ല. പിന്നെന്താണ്? നിന്നെ സഹായിക്കേണ്ടത് ആരാണ്? നിന്നെ നാളെ കണക്ക് പറഞ്ഞ് നിന്നെ സമ്മർദ്ദത്തിലാക്കാതെ നിന്നെ അൺകണ്ടീഷണലായിട്ട് ഒരു വ്യവസ്ഥയുമില്ലാതെ സഹായിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അവൻ വ്യവസ്ഥയില്ലാതെ നമുക്ക് വേണ്ടി മരിച്ചവരാണ്. അവൻ്റെ വചനമാണ് പറയണത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ലൂക്കാ 1:35. അത്യുന്നതൻ്റെ ശക്തി വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ആവസിക്കും. കൈ അടിച്ച് കർത്താവ്. അമ്മയോട് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അസാധ്യമായ ഒരു കാര്യം എങ്ങനെ സാധ്യമാക്കി എടുക്കുമെന്നുള്ളതിൻ്റെ ഫോർമുല കൊടുത്തത് എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ അമ്മ എന്നാ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിൻ്റെ പോം വഴി വന്നപ്പോൾ അമ്മ അഡ്ഹിയർ ചെയ്തു. അമ്മ എന്താ പറഞ്ഞത്? ലൂക്കാ 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ
നിറവേറട്ടെ. ഞാൻ വാഗ്ദാന പേടകമാകട്ടെ എന്ന് കൈ അടിച്ച് കർത്താവ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും ശക്തി നിറയണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കരങ്ങൾ അടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പാടുകയാ, വിശ്വാസത്തോടെ പാടുകയാ, ദൈവ സ്നേഹത്തോടെ പാടുകയാ, നിറവോട് പാടുകയാ. ദാസി എന്ന് പറഞ്ഞേ, കർത്താവിന്റെ ദാസി. ആ ഒരു വാക്കാണ്, വിശ്വാസ പ്രഖ്യാപനമാണ് വാഗ്ദാന പേടകമായി നമ്മളെ മാറ്റണത്. ഈ വാക്കാണ് നമ്മളെ വാഗ്ദാന പേടകമാക്കുന്നത്. ആ വാക്കാണ് വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ ആവശ്യിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സൂത്രം, ജ്ഞാനസൂത്രം അതാ. ഇതാ കർത്താവിൻ്റെ ദാസി. അതൊരു നിലപാടാണ്, അതൊരു വിശ്വാസിയുടെ സമീപനമാണ്. ഇന്നലെ ഒരു ചേട്ടത്തി, ഇന്നലെയാവോ അവസാന ബുധനാഴ്ച, ഇന്നെന്താഴ്ച, ശനിയാഴ്ച, കഴിഞ്ഞ ബുധനാഴ്ച ഒരു ചേച്ചി ഒരു കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ അവർ വന്ന സമയം മുതൽ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, എൻ്റെ ഒരു പെമ്മകളുണ്ട്, എൻ്റെ പെമ്മകളെക്കുറിച്ച് എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര വിഷമം. അവൾ ഉറങ്ങുമ്പോഴും ഈ അമ്മ പോയി നോക്കിക്കൊണ്ട് നിൽക്കും, കൊച്ചിന് വല്ലതും സംഭവിക്കാമെന്ന് ഓർത്തുകൊണ്ട്. ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞിട്ടേ ഇവർക്കത് ഭയങ്കര ആദിയായി മാറി. എന്നിട്ട് പിന്നെ ആരാ ഉള്ളത്? കൊച്ചാണ് ഉള്ളത്. ഇപ്പം ഇവരുടെ വിശ്വാസം, ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇവരുടെ വിശ്വാസം തന്നെ എന്തിനുള്ളതാണ്? ഈ കൊച്ചിനൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഇവർ വിശ്വസിക്കണത്. അവിടെ ആത്മരക്ഷയൊന്നുമില്ല, അവിടെ എങ്ങും നിത്യരക്ഷയൊന്നുമില്ല. കൊച്ചാണ് ദൈവം. കൊച്ചിനെയാണ് ഇവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ വിഷയം എന്താ പറയുക? നമ്മളെ എന്തിനെ ഭയപ്പെടുന്നു അതായിരിക്കും നമ്മുടെ ദൈവം. പറഞ്ഞാൽ മനസ്സിലായ? എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? വ്യക്തികളായാലും ശരി, രോഗമായാലും ശരി, എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് അതായിരിക്കും നിങ്ങളുടെ ദൈവം. അതാണ് ഈശോ പറഞ്ഞത്, ഒന്നിനെയും ഭയപ്പെടരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതാണ് ഈശോ പറഞ്ഞത്, ആരെ ഭയപ്പെടണമെന്ന് പറഞ്ഞത്. ലൂക്ക 12:5 ചില്ലറ വചനമല്ലത്. ഇവർ ഈ കൊച്ചിനെ ഭയപ്പെടുന്നുണ്ട്, കൊച്ചിന് വല്ലതും സംഭവിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയും പകലും ഈ ആദിയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നിങ്ങളെ ഒന്നിനെയും ഭയപ്പെടരുത്. ചില OIT ഇപ്പോൾ ഇന്നൊരു കൊച്ചുമോളെ കണ്ട്, അപ്പോൾ അവളെൻ്റെ കയ്യെ കയറി പിടിച്ച് പറഞ്ഞു, അച്ഛാ 1.5 ലക്ഷം രൂപയായി, 2 പ്രാവശ്യം OITക്ക് തോറ്റ്, ഞാനിപ്പോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 1.5 ലക്ഷം രൂപയായി, 2 പ്രാവശ്യം OITക്ക് തോറ്റപ്പോൾ ആ കാശ് മൊത്തം പോയി. 35 രൂപ, മൊത്തം 35 രൂപ വെച്ച് പോയി. അപ്പോൾ ഇനി ഒരു വെടിക്കുള്ള മരുന്ന് അവൾക്ക് ഉണ്ടാക്കി എടുക്കണം. പക്ഷേ ഇനി OITക്ക് ജയിക്കുക ഇല്ലെന്ന് ഞാൻ പറയണം. ഇല്ലാത്ത കാശ് ഉണ്ടാക്കുകയാണ്. അച്ഛന് ഉറപ്പ് തരാതെ ഞാൻ കൊണ്ടുപോയി കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ഞാൻ പറഞ്ഞത്? ദൈവത്തെ ഭയപ്പെടുമോളെ. നീ ഇപ്പോൾ OITനെ ഭയപ്പെടുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വിഗ്രഹമായി മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നാ പ്രശ്നം? ദൈവം സദാക് കർത്താവ് തിരുമനസ്സാണെങ്കിൽ ദാവീദ് തിരിച്ചു വരും, അല്ലെങ്കിലോ കർത്താവിൻ്റെ ഇഷ്ടം. ദാവീദ് പറഞ്ഞതാണ്, ഞാൻ ദാവീദിൻ്റെ കല്ലറയിൽ 1.5 മണിക്കൂർ നിന്നിട്ട് എൻ്റെ വണ്ടി വിട്ടുപോയിട്ട് ഞാൻ ഗതികേടായ മനുഷ്യനാണ്. ദാവീദിനെ കണ്ടപ്പോൾ ഞാൻ മതിമറന്നു പോയി. കല്ലറയിൽ പോയി എന്ന് പ്രാർത്ഥിക്കുക ഇസ്രയേലിൽ. അവിടെ നിന്ന് കൂടെ എല്ലായിടത്തൊക്കെ പോയി കളഞ്ഞറിഞ്ഞില്ല. ഞാനും വിജയകുമാർ ഉരുപ്പെട്ടു. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ വന്നതേ, ദാവീദിൻ്റെ മകനായ ആരാണ്? അബ്സലോം അപ്പനെതിരെ പാളയത്തിൽ പടയുണ്ടാക്കി പട്ടാളത്തെ പിടിച്ചെടുത്തു. ഈ ദാവീദിൻ്റെ ഉപനാരികളുമായിട്ട് അയാൾ മട്ടുപ്പാവിൽ വീഴ്ച നടത്തിയിട്ട് ഇസ്രായേൽക്കാരെ കാണിച്ചു, ഇതാണ് തന്തപ്പടിയുടെ ഭാര്യമാരെയാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ തന്തപ്പടി മീശയും വെച്ച് നടക്കണത് എന്നാത്തിനാണെന്ന് ചോദിച്ചു.
അപ്പോൾ ജനങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇയാളെ രാജാവായിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇനി നീയാണ് ഞങ്ങളുടെ രാജാവ്. കാലം മാറണ മാറ്റം കണ്ടില്ലേ? കട്ടമറിയുമ്പോൾ കാണുന്ന പുള്ളി. ദാവീദ് ഒരു തുണിയെടുത്ത് തലരിട്ടും മലമുകൾ വഴി ഓടിയപ്പോൾ ഖൂസായി പുറകെ ചെന്നിട്ട് പറഞ്ഞു, നാശപ്പെട്ടവനെ, നീ സാവൂളിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതിൻ്റെ പേരിൽ ദൈവം നിന്നോട് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷമ ചോദിച്ചു, ഈ ചത്ത പട്ടിയുടെ പെടൽ ഞാൻ എടുക്കട്ടെ? അപ്പോൾ ദാവീദ് പറഞ്ഞു, ദാവീദിനെ ശപിക്കാൻ പറഞ്ഞാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സദോക്ക് പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു, ഞാൻ അങ്ങ് ഗതികേടിലായി വഴിയാധാരമായി ഒരു തെരുവ് നായെപ്പോലെ ഇങ്ങനെ കല്ലെറിഞ്ഞ് അങ്ങ് രാജ്യം വിട്ടു പോവുകയാണ്. ഞാൻ അങ്ങേ വിട്ടു പോകത്തില്ല, ഞാൻ അങ്ങയുടെ കൂടെ വരുമെന്ന് പറയുമ്പോൾ സദോക്ക് എന്ന് ദാവീദ് വിളിക്കും. കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കണ്ട, ഞാൻ പെരുവഴിയിലായി, നീയും പെരുവഴിയിലാകേണ്ട കാര്യമില്ല. കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ ദാവീദ് തിരിച്ചു വരും, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. അപ്പോഴും ഒന്നാം സ്ഥാനം ആർക്കാണ്? കർത്താവിന്. കൈയടിച്ച് കിടത്താണ്. നമുക്ക് മുമ്പേ ജീവിതം ജീവിച്ചു തീർത്തവരെ, ജീവിതത്തെ പരാജയപ്പെട്ടു പോയവരെ, അവരെല്ലാം വിജയിച്ച വാക്കാണ്. എന്താ? കർത്താവ് തിരുമനസ്സാണെങ്കിൽ ദാവീദ് തിരിച്ചു വരും. ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. അതാണ് തുറപ്പ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. ഒരു ചത്ത പട്ടിയെപ്പോലെ ആയി വരുമ്പോഴും കർത്താവിന് തന്നെയാണ് ദാവീദ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ദാവീദ് തിരിച്ചു വന്നു. കർത്താവ് അബ്സലോമിൻ്റെ കുടുംബിക്ക് പിടിച്ച് തൂക്കി നിർത്തിയിട്ട് പറഞ്ഞു വെട്ടറാന്ന് പറഞ്ഞ് വെട്ടി. ദാവീദ് തിരിച്ചു വരും. പക്ഷേ ദാവീദ് തിരിച്ചു വരുത്തിയ എന്താണ്? കർത്താവിൻ്റെ വാക്കിലുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. അതായത് എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഞാൻ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കും? എൻ്റെ കർത്താവിന് കൊടുക്കും. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയും. അതാണ് ദാവീദ് തിരിച്ചു വന്നത്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. എൻ്റെ ദൈവവേദന ഇത് തന്നെയാണ് ജീവിതം. അതെന്താണ്? ഒന്നാം പ്രമാണമാണത്. ദാവീദ് എന്താ? അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അതെന്താണ്? ഒന്നാം പ്രമാണമാണത്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എൻ്റെ കസേരയെക്കാളും സിംഹാസനത്തെക്കാളും വലുതാണ് ദൈവമേ നീ എനിക്കെന്നല്ലേ ദാവീദ് പറയാതെ പറഞ്ഞത് അല്ലേ? എൻ്റെ സിംഹാസനത്തെക്കാളും രാജ്യത്വത്തെക്കാളും വലുതാണ് ദൈവമേ നീ എനിക്കെന്ന്. എൻ്റെ കർത്താവ് ദൈവം നീയാണ്, സിംഹാസനമല്ല രാജപദവിയുമല്ല എന്നാണ്. ഒന്നാം പ്രമാണമാണല്ലോ തെറ്റ് പറഞ്ഞത്. പ്രമാണങ്ങളെല്ലാം ഇതിനുള്ളതാണ്, ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ളതാണ്. അതിൻ്റെ പേരാണ് വിശ്വാസം അല്ലേ? ദൈവത്തിന് ഒന്നാം സ്ഥാനമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത്. അതാണ് ദാവീദ് തിരിച്ചു വന്നതിൻ്റെ തന്ത്രമെന്ന് പറയണത്. ഒന്നാം പ്രമാണം എന്താ? കർത്താവ് തന്നെ പറഞ്ഞില്ലേ, എന്നേക്കാൾ ഉപരി ഒന്ന് പറഞ്ഞേ, സ്വന്തം ഭർത്താവിനെയോ ഭാര്യയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. വാക്കിന്റെ പോക്ക് വേണ്ട. എന്നേക്കാൾ ഉപരിയായി സ്വന്തം സഹോദരനെയോ സഹോദരിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനോ എനിക്ക് യോഗ്യനല്ല. അതിന്റെ അർത്ഥം എന്താ? കർത്താവിൻ്റെ മത്തായിയുടെ സുവിശേഷമാണ്, 10-ാം അധ്യായം 37-ാം വാക്യമാ. എന്നേക്കാൾ ഉപരി സ്വന്തം ഭർത്താവിനെയോ ഭാര്യയെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഈശോയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയേക്കാൾ വലിയവനായിരിക്കണം കർത്താവ് നിനക്ക്. നിൻ്റെ ഉദ്യോഗത്തെക്കാളും ജോലിയെക്കാളും ആരോഗ്യത്തെക്കാളും വലിയവനായിരിക്കണം കർത്താവ് നിനക്ക്. നീ ഇപ്പം എന്താണ് ചെയ്യണത്? ദൈവവേദന നീ പറയാതെ പറയുകയാണ്, കർത്താവേ നിന്നേക്കാൾ വലുതാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമെന്ന്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിയാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുമെന്ന് പറയുമ്പോൾ ആരാണ് ദൈവം? മദ്യപിക്കാത്തൊരു ഭർത്താവാണ് നിൻ്റെ ദൈവം, അല്ലാതെ കർത്താവല്ല നിൻ്റെ ദൈവം. കർത്താവാണ് നിൻ്റെ ദൈവമെങ്കിൽ നിൻ്റെ ഭർത്താവിനേക്കാൾ വലുതായി കർത്താവിനെ നീ സ്നേഹിക്കുമായിരുന്നു. സ്വന്തം കുരിശെടുക്കാത്തവനും എൻ്റെ കൂടെ വരാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ആരാണ്? കുരിശാണ് ദൈവം, കുരിശാണ് രക്ഷ. നിന്റെ സഹനങ്ങളെ കർത്താവിൻ്റെ നാമത്തിലെടുത്താൽ
നീ ഒന്നാമത്തെ പ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. ആരാണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ നിയമജ്ഞൻ ചോദിച്ചില്ലേ കർത്താവിനോട് നിത്യരക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്? കർത്താവ് എന്താ പറഞ്ഞത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ലൂക്കാ 10:27 അവനെന്താ പറഞ്ഞത്? എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം എല്ലാത്തിനേക്കാൾ ഉപരി നിനക്കൊരു കുരിശ് വരുമ്പോൾ, രോഗം വരുമ്പോൾ, കടം വരുമ്പോൾ നിനക്കൊരു ഓപ്ഷൻ തരികയാണ്. എന്താണ്? നീ എല്ലാത്തിനേക്കാൾ ഉപരി നിൻ്റെ കർത്താവായ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? 10 കൽപ്പന നിബന്ധന എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, അല്ലേ? പഴയ ഉടമ്പടിയുടെ നിബന്ധന എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. പുതിയ ഉടമ്പടിയുടെ നിബന്ധന എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. എന്താണ്? നിങ്ങൾ എന്നെ കാല് കഴുകിയതിനു ശേഷം കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ, ശരിയല്ലേ? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. യോഹന്നാൻ 13:13. പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോഴും കർത്താവിൻ്റെ 1-ാം പ്രമാണത്തിന് മാറ്റമില്ല. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ദാറ്റ് ഈസ് കറക്റ്റ്, അത് ശരിയാണ്. നിൻ്റെ കർത്താവും ഗുരുവുമായി ഞാൻ നിൻ്റെ പാദം കഴുകിയെങ്കിൽ നീ പരസ്പരം പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നു. അതാണ് ഉപവിപ്രവർത്തനം. ഉടമ്പടിയിൽ ഉപവിപ്രവർത്തനങ്ങളില്ലേ? എന്ത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീത വരുവിനെന്ന് പറയണത് എന്താണ്? കർത്താവ് ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ആ ഉടമ്പടിയുടെ അരൂപിയോട് യോജിക്കാത്ത ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കർത്താവ് അനുവദിച്ചു. ആരാണത്? ജൂദാസ്. അവന് എന്താണ്? ആ ഉടമ്പടി പങ്കില്ല. ഉടമ്പടി എന്തിനുള്ളതാണ്? കർത്താവിൻ്റെ ഉടമ്പടി നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിത്യതയ്ക്ക് വേണ്ടി ഉടമ്പടിയിൽ എന്താ ഉള്ളത്? സഹോദരനെ ശുശ്രൂഷിക്കണം, ദൈവത്തെ കർത്താവിൻ്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കണം. അതാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിതക്രമമാണ് സഹോദരങ്ങളെ. ഉടമ്പടി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് ഇഹത്തിലും പരത്തിലും നിങ്ങൾ നിലനിർത്താനുള്ള ദൈവിക സംവിധാനമാണ്. കൈ അടിച്ചു കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിബന്ധനകൾ കർത്താവെ കൃത്യമായി പാലിച്ച് ഉടമ്പടി പ്രമേയങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹവും വിശുദ്ധിയും പ്രാപിക്കാൻ, ദൈവകൃപ പ്രാപിക്കാൻ എല്ലാ നിയോഗങ്ങളും ഈ ആരാധനയിൽ സമർപ്പിച്ച് മനമുയർത്തി സ്വരമുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, എല്ലാ രോഗികളെയും ഇവിടെ ഉള്ളവരെയും ഞങ്ങളുടെ ആടെ സൗഖ്യത്തിനായി അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ. ഞങ്ങളുടെ അടുപ്പമുള്ള, ഞങ്ങളുടെ പരിചയത്തിലുള്ള, വീട്ടിലുള്ള എല്ലാ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. ഈശോയെ, മാരകരോഗങ്ങള്, വ്യാധികള്, വാതരോഗങ്ങള്, രോഗങ്ങള്, രോഗങ്ങള്, മൂത്രാശ രോഗങ്ങള്, കല്ലുകള്, രോഗങ്ങള്, 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 നാമത്തില് പ്രാർത്ഥികർത്താവായ ദൈവമേ, ഉദര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, കുടൽ രോഗികളെ, അൾസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ഗർഭാശയ രോഗികളെ, ആന്തരിക അവയവങ്ങളിലെ മുഴകളുള്ളവരെ സൗഖ്യം പ്രാപിക്കട്ടെ.
ഹല്ലേലൂയ. ദൈവമേ, കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, കളർ മാറിക്കൊണ്ടിരിക്കുന്ന മഞ്ഞ നിറമായി വെള്ള നിറമായി കളർ മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് കിഡ്നികളെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, എല്ലാ അസ്ഥികളെയും അസ്ഥിക്കുഴകളെയും സ്പർശിക്കണമേ, നാഡി ഞരമ്പുകളെ സ്പർശിക്കണമേ, ഹൃദയ രോഗങ്ങള്, കണ്ണിന്റെ രോഗങ്ങള്, ചെവിയുടെ കേൾവിക്കുറവുകള്, പിൻകഴുത്തിലെ സ്പോണ്ടിലോസിസ് രോഗങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ സാമ്പത്തിക ബാധ്യതകളാൽ വേദനിക്കുന്നവരെ, ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിതം തന്നെ ദുർഘടമായിരിക്കുന്നവരെ, ബിസിനസ് തകർന്നവരെ, അതുപോലെ തന്നെ കടങ്ങൾ വന്നത് കാരണം കൊടുത്തുവിട്ടാൻ മാർഗമില്ലാത്തവരെ, സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, വിറ്റുമാറാത്ത സ്ഥലങ്ങൾ, വഴിയില്ലാത്തതിൻ്റെ പേരിലും മറ്റത് രേഖകൾ കറക്റ്റല്ലാത്തതിൻ്റെ പേരിലും കൈമാറാൻ പറ്റാത്ത സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ദുരിതങ്ങൾ മാറാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അഭിഷേകം സമർപ്പിച്ച മേഖലകളെ, കർത്താവേ, പേപ്പർ തടസ്സങ്ങളുടെ മേലെ ഡോക്യുമെന്റേഷൻ എല്ലാം സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ഇടപെടലും ഈ ആരാധനയിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയും സ്തുതിയും മക്കളെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, നൈപുണ്യ പരീക്ഷയാകാം, അതുപോലെ തന്നെ മത്സര പരീക്ഷയാകാം, അത് എഴുതാൻ പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ട് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ റിവാലുവേഷന് വേണ്ടി പോയിരിക്കുന്നവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ഏറെ കഷ്ടപ്പെട്ട് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തിട്ടുള്ളവരെ, പരീക്ഷ സംബന്ധമായ പരാജയങ്ങള് ഏറ്റുമടിച്ചവരെ കർത്താവേ, അങ്ങേക്ക് സമർപ്പിക്കുന്ന അവരുടെ ഭാവി, അവരുടെ ജീവിതം പരിശുദ്ധ അമ്മ വഴി അങ്ങ് കേൾപ്പിക്കുന്ന താമസവിന അവരുടെ വിഷമതകൾക്ക് ഈ നിമിഷം പരിഹാരം ഉണ്ടാകട്ടെ. പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു, എഴുതിയിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു, അതിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്സര പരീക്ഷകളുടെ മേൽ ഹല്ലേലൂയ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജപ്തി നടപടിയെ നേരിട്ടവര്, വസ്തു ലേലത്തിലിരിക്കുന്നവര്, മുമ്പ് സാക്ഷ്യപ്പെടുത്തിയ പോലെ അനേകം സ്ഥലങ്ങളിലേക്ക് പഠന സൗകര്യത്തിനായി പോകുന്നതിന് പണമില്ലാതെ വിഷമിക്കുന്നവർ, അവരെല്ലാം സമർപ്പിക്കുന്ന സമയമാണ്. മദ്യപാനാസക്തികൾ, ലഹരിയിൽ വീണുപോയവർ, മാനസിക രോഗികൾ, അവർക്കെല്ലാവർക്കും വേണ്ടി കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. ചെറുകിട വ്യാപാര വ്യവസായശാലകൾ വീണുപോയത്, ജനങ്ങളുടെ വൈരാഗ്യം കാരണം ജീവിതമാർഗം മുട്ടിപ്പോയവർ, നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തവർ, പലരുടെയും കാരുണ്യമില്ലാത്ത പെരുമാറ്റം കാരണം സാങ്കേതിക കുരുക്കിൽ കെട്ടുപോയിട്ടുള്ള ജീവിതമാർഗങ്ങൾ, അതെല്ലാം വിടുതൽ പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വരുമാന മാർഗങ്ങളെ മുഴുവനും സമർപ്പിക്കുന്ന കർത്താവേ, വ്യവസായ സംരംഭങ്ങള് ചെറുതും വലുതുമായ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഈ ആരാധനയുടെ ദിവ്യ ശക്തിയാല് ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങള് ദൂരങ്ങളിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിയോഗങ്ങള് തത്സമയം എന്ന പോലെ ഈശോയെ ഇടപെടുന്നതിനെ ഓർ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓപ്പറേഷനിലെ നിശ്ചയിച്ചുള്ള രോഗികള്, ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ കിടക്കുന്നവര്, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവരെ,
ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ കിടക്കുന്നവർ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കല്യാണം നിശ്ചയിച്ചിട്ടുള്ള ഡേറ്റുകൾ, മനസ്സ് ചോദ്യത്തിൻ്റെ ഡേറ്റുകൾ, ഇപ്പോൾ തീയതികൾ ഓർക്കുക. യാത്രയ്ക്കുള്ള തീയതികൾ, ജോലിക്കുള്ള തീയതികൾ, ഇൻ്റർവ്യൂവിനുള്ള തീയതികൾ ഓർക്കുക. തീയതിയും സമയവും ഓർത്ത് പ്രാർത്ഥിക്കുക. യാത്രക്കുള്ള തീയതികൾ, വീട് വെക്കാനുള്ള തീയതികൾ, കയറി പൊറുക്കാനുള്ള തീയതികൾ, പാല് കാച്ചാനുള്ള സമയങ്ങളെല്ലാം ഓർക്കുക. ആ സമയങ്ങളിലെല്ലാം അമ്മയുടെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. കൊടുക്ക വാങ്ങലിൻ്റെ ക്രയവിക്രയത്തിൻ്റെ സമയങ്ങളാണ്. നേർച്ച വസ്തുക്കൾ എടുക്കുക കയ്യിൽ. എല്ലാ നേർച്ച വസ്തുക്കളും കയ്യിലെടുക്കുക. അച്ഛൻ പറഞ്ഞിട്ട് ഉയർത്തിയാൽ മതി. ഉയർത്താൻ നേരത്ത് പറയാം. ഇപ്പോൾ അറിയിപ്പിൻ്റെ സമയമായതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. പത്രത്തെക്കുറിച്ച് തന്നെയാണ് ആദ്യത്തെ അറിയിപ്പ്. ഉടമ്പടി ഒരു വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നോക്കുന്നത് നിങ്ങളുടെ വിശ്വസ്തതയായിരിക്കാം. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, Lord Jesus Christ, by God the Father, let the adversary's power to be say to principled and the power of Jesus Christ with the merits of the Holy Priesthood. I bless the Holy Relics, those who may have grace and peace and power. കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കൾ കൃപാസനത്തിൻ്റെ ഉള്ളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പുറത്തുള്ള നാട്ടുകാരുടെ വിൽപ്പന ചരക്ക് കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുവല്ല. കൃപാസനത്തിൻ്റെ വിശുദ്ധമായ നേർച്ച വസ്തു കൃപാസനത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അത് തിരിച്ചറിഞ്ഞ് വാങ്ങിക്കേണ്ടതാണ്. രണ്ട് തരം നേർച്ച വസ്തു കൃപാസനത്തിലുണ്ട്. ഉടമ്പടി ധ്യാനപ്രകാരമുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ, പിന്നെ ഉടമ്പടി ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള ജെറീക്കോ നേർച്ച വസ്തുക്കൾ. 2 മണിക്കൂർ ആരാധന നടത്തിയിട്ട് വെച്ചിരിക്കുന്ന നീലത്തിരി, തേന്, ഉപ്പ്, കാശിരുവ. ഉടമ്പടിയിലുള്ളത് നീലത്തിരി, പച്ചത്തിരി, ഉടമ്പടി തൈലം. അതെല്ലാം കുർബാന അർപ്പിച്ച് അമ്മ നിന്ന സ്ഥലത്ത് വെച്ച് കുർബാന ഉടുപ്പ് കഴിച്ചിടാതെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലി 12 തവണ ആശീർവദിക്കണം ഉടമ്പടി നേർച്ച വസ്തുക്കൾ. ഉടമ്പടി അല്ലാത്ത നേർച്ച വസ്തുക്കൾ ജെറീക്കോ നേർച്ച വസ്തുക്കളുണ്ട്. അത് ജെറീക്കോ പ്രാർത്ഥന ചൊല്ലി 12 തവണ ദിവ്യകുർബാന വെച്ച് ആശീർവദിക്കുന്നതാണ്. അത് കൃപാസനത്തിൻ്റെ ഉള്ളിൽ, മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ, ഗേറ്റിൻ്റെ ഉള്ളിലേ കിട്ടത്തുള്ളത്. ഇപ്പം നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക, സമാപന ആശീർവാദം സ്വീകരിക്കുക. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, അതിശക്തമായിട്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തിരിച്ചു പോകുന്നവർ വടക്കേ ഗേറ്റുകൾ 2 ഉപയോഗിക്കേണ്ടതാണ്. സ്വർണം അതുപോലെ കാര്യങ്ങൾ അടിച്ചു മാറ്റുന്ന സമയമാണ് ഈ തിരക്കിന് തിരിച്ചു പോകുന്ന സമയം. കള്ളന്മാർ ആവശ്യത്തിനുണ്ടാവും. അപ്പം അവരവരുടെ സ്വർണം അവരവരുടെ സൂക്ഷിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക. സമാപനാശീർവാദം ശരിക്കും സുലഭി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ, അതിശക്തമായി ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ സ്തുതിക്കട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, കർത്താവേ, മാരക രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. തീരാവ്യാധികൾ സൗഖ്യപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. പരീക്ഷകൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശീർവദിക്കുന്നവർ
നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. തൈറോയ്ഡ് രോഗങ്ങള്, PCOD രോഗങ്ങള് സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. സന്താനരഹിതരെ, ഭവനരഹിതരെ ആശീർവദിക്കുന്നതിനെ നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, മാരകമായ വേദനകൾ, വിഷമതകള് സൗഖ്യം കർത്താവ് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്